ഹലോ ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്സ്. ഒമാൻ പിയേഴ്സൺ വ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മൾ ഒമാനിലേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലിക്കായിട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡിൻ്റെ എക്സാം എഴുതി പാസ്സാവണം. പണ്ട് ഇതിനെ ഒമാൻ പ്രോമെട്രിക് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 2023 കഴിഞ്ഞപ്പോൾ മുതൽ ഇത് പിയേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പോൾ അതിൻ്റെ എക്സാം നടത്തുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നത് പിയേഴ്സൺ വ്യൂ എക്സാം എന്നാണ്. ആക്ച്വലി ഇത് പിയേഴ്സൺ വ്യൂ എക്സാം അല്ല, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡിൻ്റെ എക്സാമിനേഷനാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സിനും നഴ്സസിനും പാരാമെഡിക്കൽ സ്റ്റാഫ്സിനും ഇത് എഴുതണം. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഡോക്ടറാണ് എഴുതുന്നതെങ്കിൽ ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് എക്സാമിനേഷൻ ഫോർ ജനറൽ പ്രാക്ടീഷണർ. ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി കാറ്റഗറി, ഫോർ എക്സാമ്പിൾ ഒരു ജനറൽ സർജനാണ് എഴുതുന്നതെങ്കിൽ ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് എക്സാമിനേഷൻ ഫോർ ജനറൽ സർജറി, അതുപോലെ തന്നെ ENT, ഇങ്ങനെയാണ് എക്സാമിൻ്റെ പേര് പറയുന്നത്. അതേപോലെ തന്നെ നേഴ്സന്മാർക്ക് ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് എക്സാമിനേഷൻ ഫോർ നഴ്സസ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. പാരാമെഡിക്കൽ സ്റ്റാഫിനാകുമ്പോൾ ഫോർ എക്സാമ്പിൾ ലാബ് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാബ് ടെക്നീഷ്യൻ്റെ OMSB എക്സാം. ഇതിനെല്ലാം പൊതുവെ പിയേഴ്സൺ വ്യൂ എന്നാണ് പറയുന്നത്. നേരത്തെ ഇതിനെ പ്രോമെട്രിക് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും സൗദി, ഖത്തർ ഒക്കെ പ്രോമെട്രിക് ആണെങ്കിലും ഒമാൻ്റെ കാര്യത്തിൽ ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാം എന്നാണ് ഇതിനെ പറയുന്നത്. ഇറ്റ്സ് മീ ഷാമസ് ഷാജഹാൻ. ഞാൻ നിങ്ങളുടെ കരിയർ ആൻഡ് റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ് ആണ് ഫ്രം Xyrus International. We are an ISO certified global recruitment consultancy approved by Government of India, Ministry of External Affairs. Follow us for more details.